മാത്ര ആയിരവല്ലി ശിവക്ഷേത്രത്തിന്റെ പരിസരത്ത് നിരവധി അണലിക്കുഞ്ഞുങ്ങളെ കണ്ടെത്തി. ഞായറാഴ്ചയാണ് സംഭവം. ശനിയാഴ്ച ഉച്ചയ്ക്ക് 5 കിലോഗ്രാം തൂക്കം വരുന്ന അണലിയെ ക്ഷേത്ര പരിസരത്ത് കണ്ടിരുന്നു. ഇതിനെ അമ്പല കമ്മിറ്റിക്കാർ പിടികൂടി അടുത്തുള്ള കാവിൽ തുറന്നുവിട്ടു. പിന്നീട് ഞായറാഴ്ച നിർമ്മാല്യത്തിന് ശംഖു വിളിക്കാനെത്തിയ ജീവനക്കാരും ഭക്തജനങ്ങളുമാണ് ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ നിരവധി അണലിക്കുഞ്ഞുങ്ങളെ കണ്ടത്. തടിച്ചുകൂടിയ ഭക്തജനങ്ങളും നാട്ടുകാരും ചേർന്ന് 24 അണലിക്കുഞ്ഞുങ്ങളെ പിടികൂടി. ഇവയെ ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളുടെ നിർദ്ദേശപ്രകാരം അടുത്തുള്ള കാവിലേക്ക് തുറന്നുവിട്ടു. 8 സെന്റ് മാത്രമാണ് കാവിന്റെ വലിപ്പം. കാവിന് സമീപം ജനവാസ കേന്ദ്രമായതിനാൽ ഇവിടെ അണലിക്കുഞ്ഞുങ്ങളെ തുറന്നുവിട്ടതിൽ പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട്. വെള്ളത്തിന് വെള്ളം പിടിക്കാൻ ഇവിടെ വെള്ളമില്ല. അങ്ങനെ കുടിക്കാനുള്ള വെള്ളം പിടിക്കാൻ വന്നപ്പോഴാ ഈ മരത്തിന്റെ ചവിട്ടി ഇങ്ങനെ ചുരുണ്ടുകൂടി കിടക്കുന്നുണ്ട്. അങ്ങനെ ചെന്ന് ആദ്യമേ കണ്ടപ്പോൾ അത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. കുറെ പേര് പറഞ്ഞു പെരുമ്പാമ്പാന്ന്, കുറെ പേര് പറഞ്ഞു അണലിയാന്ന്. പക്ഷെ കണ്ടപ്പോൾ എനിക്കും തോന്നി അണലിയാന്നെന്ന്. പിന്നെ വൈകിട്ടായപ്പോൾ അതിനെല്ലാവരും കൂടെ പിടിച്ച് ഈ കാവി കൊണ്ടിട്ടു. അന്നേരം ദേവസ്വം ബോർഡ് പറഞ്ഞെന്ന് കാവിലെ ഇടാൻ പറ്റത്തുള്ളൂ. അപ്പൊ കമ്മിറ്റി അംഗങ്ങളുടെ തീരുമാനവും കാവിൽ തന്നെ ഇടണമെന്ന്. അന്നേരം ഞങ്ങൾ പറഞ്ഞു ഇത്രയും വലിയൊരു സാധനത്തിന് അതിൽ കൊണ്ടിട്ടാൽ ഞങ്ങൾ പരിസരത്ത് താമസിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞിട്ടൊന്നും ആരും അംഗീകരിച്ചില്ല. അങ്ങനെ പിന്നെ ഇന്ന് അമ്പലത്തിൽ രാവിലെ തൊഴാൻ വന്നവരെല്ലാം കൂടെ 10-18 ചെറിയ കുഞ്ഞുങ്ങളെ കണ്ടു. പക്ഷെ സംഗതി അത് പ്രസവിച്ച് കിടക്കുമായിരുന്നു എന്നുള്ളത് ഇന്ന് കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. ആ 18 എണ്ണത്തിനെ പിടിച്ച് വീണ്ടും കാവിൽ തന്നെ കൊണ്ടിട്ടു. ഇപ്പം ഒരു 6 എണ്ണത്തിനെ പിടിച്ചതുകൊണ്ട് അവിടെ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. വെള്ളത്തരത്തിനകത്ത് ഇഴജന്തുക്കൾ ഒരുപാട് ഇരിപ്പുണ്ട്. അതെല്ലാം ഈ 2-3 ദിവസം കൊണ്ടുണ്ടായതാ. നേരത്തെ ഒറ്റ ഇഴജന്തുക്കളും ഇല്ലായിരുന്നു. ഞങ്ങളെല്ലാം ഇവിടെ വർഷങ്ങൾ കൊണ്ട് താമസിക്കുവാണ്. ഒരു പാറ്റ പോലും കണ്ടിട്ടുമില്ല. ഇപ്പം നടക്കാൻ പോലും വയ്യാത്ത സ്ഥിതി ഇഴജന്തുക്കളാണ്. 50 മുതൽ 60 വരെ കുട്ടികളെ അണലികൾ പ്രസവിക്കാറുണ്ടെന്നാണ് പാമ്പ് പിടുത്ത വിദഗ്ധരുടെ അഭിപ്രായം. അങ്ങനെയെങ്കിൽ അമ്പല പരിസരത്തുനിന്ന് ഇനിയും നിരവധി അണലിക്കുഞ്ഞുങ്ങളെ കണ്ടെത്താൻ സാധ്യതയുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.